വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഇത് ഒഫീഷ്യലായിട്ട് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നതാണ്. ഇനി ഇന്ദിരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുപേരും പറയൂ. സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെയോ? ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ വേറെ കുറെ നായികമാരുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്നത് എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആദ്യം നീട് എനിക്ക് ഡിവോഴ്സ് തന്നോണ്ടാ ഞാൻ അങ്ങോട്ട് പോയത്. എന്നാലും ഇന്ദിരേട്ടനും അല്ല, ഷാനവാസും പാർവതി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ വിശേഷങ്ങൾ, എനിക്കറിയാത്ത വിശേഷങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇവരിവിടെ ഉണ്ട്. അപ്പൊ റെഡിയല്ലേ? റെഡിയല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എനിക്ക് എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ കുറെ നാളായിട്ട് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവനെ കണ്ടപ്പോ എനിക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തുടങ്ങിയാൽ മതി. ഞാൻ അന്ന് ആദ്യം പാർവതി തുടങ്ങാം. ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കും, ഞാൻ ആലോചിക്കട്ടെ. പാർവതിയുടെ വിശേഷങ്ങളൊക്കെ പറയും. അതായത് ഈ സിനിമ സീരിയൽ എന്ന് പറയുന്ന ബാലതാരായിട്ടാണ് വന്നത് അല്ലേ? എത്ര വയസ്സിലായിരുന്നു? ഫസ്റ്റ് ഒരു 5 വയസ്സുള്ളപ്പോൾ. അത് ഏത് സിനിമയായിരുന്നു? സീരിയലായിരുന്നു. മകളുടെ അമ്മ. നമ്മൾ ഫസ്റ്റ് ഒന്നും ചെയ്യുമ്പോൾ പിന്നും അതെ. ഇപ്പൊ എന്താണ് മനസ്സിലൊരു ഡ്രീം ആയിട്ട് കിടക്കുന്നത്? ഡ്രീം ആക്ടിങ് ഒരു പാഷനാണ്. ഡ്രീം സ്റ്റഡീസ് MBA ചെയ്യണം. ആ ഒരു കരിയറും കൂടി മനസ്സിലുണ്ടല്ലേ ഡ്രീം ആയിട്ട്? ഇത് മാത്രമല്ല, നമ്മളെ പോലെ അല്ല, രണ്ടെണ്ണം ഉണ്ട്. പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി. ഞങ്ങൾക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ പറയൂ, ഷാനവാസ് എന്ന് പറയുന്ന നടൻ ഇപ്പൊ കൊറേ അതായത് കൊറേ പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ അഭിനയിച്ച് നടക്കുകയാണല്ലോ. അപ്പൊ എനിക്കറിയാം നീ പൊതുവെ ഭയങ്കര ഷൈ ആണ്. എങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത്രയും പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ? ആക്ഷൻ പറയുമ്പോൾ മാത്രമേ അവരുടെ ഇടയിലോട്ട് പോകുള്ളൂ. കട്ട് പറഞ്ഞാൽ ഞാൻ എന്റെ റൂമിൽ പോകും. ഓ, അറിയാം. എന്നിട്ട് എങ്ങനെയാണ് പുതിയ സീരിയൽ വിശേഷങ്ങൾ പറയൂ? അവിടുത്തെ ലൊക്കേഷൻ നന്നായിട്ട് പോകുന്നു. ഒരു നല്ല ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടർ ആണല്ലേ? അതെ, ഞാൻ നിനക്കറിയാലോ, ഇത് ഒരു കോട്ടിനകത്ത് കെട്ടിക്കൂട്ടിയിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് പിടിക്കേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മൾ ശരിക്കും. അതായത് ഇതിനു മുമ്പ് ചെയ്തതാണെങ്കിൽ രുദ്രനാണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇളകി ചെയ്തതാണ്. ഇത് ഇളകാൻ പറ്റില്ല. ആരവിടെ? അല്ല, ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ലൂസ് ആണെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ചോളണേ. കാരണം എനിക്ക് നമ്മുടെ സീത ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലത്തെ എന്തെങ്കിലും സീക്വൻസ് ഒക്കെ വരുമ്പോഴേക്കും ഞാൻ അറിയാതെ തന്നെ അങ്ങോട്ട് പൊക്കും, ഇന്ദ്രനായി മാറും. ആ സമയത്ത് പിടിക്കണേ ചാനു കുറച്ച് യു ആർ DK അല്ലേ? ഷാനു എന്താണ് വേറെ ലാംഗ്വേജിലൊക്കെ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണോ അതെയോ എങ്ങനെയാണ്? വേറെ ലാംഗ്വേജ് വേണ്ടാന്ന് മലയാളത്തിൽ തന്നെ കിട്ടുന്നില്ല, പിന്നല്ലേ വേറെ ലാംഗ്വേജ്. ഇപ്പൊ വേറെ ലാംഗ്വേജ് വരികയെന്ന് വിചാരിക്കുക, തമിഴ്, തെലുഗു, ഹിന്ദി ഒക്കെ വരികയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? തമിഴാവുമ്പോ കുറച്ച് അടുത്താണ്, അങ്ങോട്ട് പോയി വരാം. പിന്നെ ഭാഷയും തന്നെ കുറച്ച് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാം. പാർവതിക്കാണെങ്കിലോ വേറെ ലാംഗ്വേജ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, കുഴപ്പമില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? അടുത്ത ട്രോൾ ഇറക്കാനുള്ള പരിപാടി അല്ല, എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമല്ല. ഞാൻ വെറുതെ ചോദിച്ചാണ് നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജിൽ പോകുന്നത്. മറുപടി പറഞ്ഞു. ഈ ചെറിയ കാര്യങ്ങൾ വരും ഷാനു. അതെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ വരികയാണെങ്കിൽ അവനിങ്ങനെ സംശയിച്ചു അതിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് വലിയ കാര്യമാക്കും. ആ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലല്ലേ? ഇല്ല, നിന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കത് ഊതിപ്പെരിപ്പിക്കാൻ തോന്നുന്നല്ലേ? എന്നെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. അല്ല, ഈ സംശയം ഇവളെന്തോ കുനിഷ്ടൊപ്പിക്കാൻ പോകുന്നുണ്ട്.